ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ പതിപോലെ തന്നെ നമ്മളെ റമദാനിലെ കുക്കിംഗ് വീഡിയോ ആയിട്ടുമാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു മാംഗോ ജ്യൂസ് റെസിപ്പി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിടനെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മാംഗോ ജ്യൂസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒട്ടും തന്നെ പാലൊന്നും ചേർക്കാതെ അടിച്ചാൽ നല്ല പ്യുവർ മാംഗോ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഇപ്പോൾ അധികം അടുത്തും മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊരു ബെസ്റ്റായി അടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ല ചിക്കനോ മറ്റ് മീറ്റ്സുകളോ ഒന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ല ഈസിയായി റെഡിയാക്കുന്ന സ്നാക്സാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യം തന്നെ അതിനേക്ക് വേണ്ടിയുള്ള ഉള്ളി കട്ട് ചെയ്താണ്. ഒരു സവാളയാണ് എടുത്തത്. അതിലേക്ക് ഇതുപോലെ അല്പം വെളുത്തുള്ളിയാണ്, പിന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ചോപ്പറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ എളുപ്പം തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഞാൻ അല്പം മഞ്ഞളിട്ട് വേവിച്ചെടുത്തതാണ്. നല്ലോണം വെന്ത ഉരുളക്കിഴങ്ങിന് നമുക്ക് നല്ലവണ്ണം ഇതുപോലെ ഉടച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കും കൂടി ചെയ്താൽ പിന്നെ വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഫില്ലിങ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി അല്പം ഓയിലോ വെളിച്ചെണ്ണ എന്നാ വേണം നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാവും. അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഈ സവാളയ്ക്ക് വേണ്ട ഉപ്പ് മതിയാവും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആ പൊടികളുടെ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ ജസ്റ്റ് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പുതിന ഇലയാണ്. അപ്പോൾ പുതിന ഇല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അധികം ഉണ്ട്, കുറച്ചും കൂടി അധികം ഇടാം. ഉരുളക്കിഴങ്ങ് നിങ്ങൾ അധികം എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പുതിനയിലയും കൂടി അധികം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി നേരത്തെ ഉടച്ച് വെച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ ബീൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു അളവിൽ. അപ്പോൾ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം വേവിച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടി അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഏകദേശം നമ്മളൊരു പഞ്ചാബി സമൂസ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫില്ലിംഗ് ആണ് ഏകദേശം ടേസ്റ്റ് വരിക. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 മുറി ചെറുനാരങ്ങ നീര് ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ ശേഷം നമ്മളുടെ ഫില്ലിംഗ് റെഡിയായി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ആക്കുന്നത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് പീസസ് ഇതേപോലെ എടുക്കാം. കുറച്ച് വലിപ്പമുള്ള ബ്രെഡ് തന്നെ എടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പരത്തി എടുക്കേണ്ടതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെഡ് നല്ല പുതിയ ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ആവി ഒള്ളിച്ചിട്ട് അങ്ങനെയെങ്കിലും ബ്രെഡ് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് നൈസായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോ സ്പൂണായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് 4 ഭാഗം വെള്ളം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് എല്ലാവരും ഇതേപോലെ നല്ലവണ്ണം രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ബ്രെഡ് ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതൊന്ന് ഡിപ്പ് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ടയുടെ മിക്സാണ്. അപ്പോൾ 2 മുട്ടയും ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് മാത്രമല്ല നല്ലൊരു ടേസ്റ്റിയാണ് ചൂടോടെ തന്നെ കഴിക്കാൻ. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയൊരു സ്നാക്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണ്ടു. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉള്ളിലെ മസാലയ്ക്ക് നമ്മൾ കുക്കാണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയേ വേണ്ടു. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുതേ. നമ്മൾ സമൂസ കൂടി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. സമൂസേൻ്റെ ഫില്ലിങ്ങൊക്കെ സാധാരണ ഇതുപോലെ തന്നെ വെജിറ്റബിൾ ഫില്ലിംഗ് ആണ് നമ്മളാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള സമൂസ ആയതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഏത് ഫില്ലിങ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സമൂസ ഷീറ്റ് കൊണ്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സമൂസയാണിത്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് പഴം കൊണ്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ പഴം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഈ ഒരു കോണ രീതിയിൽ നമുക്ക് പഴം കട്ട് ചെയ്തിട്ട് നല്ല ചെറിയ പഴമായിട്ടാണ്. കുറച്ചും കൂടി വലിയ പഴമാണെങ്കിൽ നമുക്ക് വലിയ വലിയ ഇതുപോലെ പീസസായി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പഴമൊക്കെ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാം കൂടി പഴമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫില്ലിങ്ങിനായിട്ട് വേണ്ടത് ഇതാണ് തേങ്ങ കൊണ്ടുള്ള മിക്സാണ്, തേങ്ങാപ്പണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പഴത്തിൻ്റെ മുകളിലേക്കും ഇതുപോലെ ഒരു വര വരച്ച് കൊടുത്തിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായി കാണുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫില്ലിങ്. ഇതേപോലെ എല്ലാ പീസസും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ കാണാനും ഒരു നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ട് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോറും കറികളൊക്കെ ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. ചോറും പിന്നെ മീൻ കറിയും പരിപ്പ് കറിയും പിന്നെ ഒറോട്ടിയുമാണ് ഇന്നത്തെ ഫുഡ്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കത്തില്ല. ഇനി നമുക്ക് മാംഗോ ജ്യൂസ് അടിക്കണം. അപ്പോൾ ഈ മാങ്ങ കൊണ്ടാണ് ഞാൻ ജ്യൂസ് അടിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ മാങ്ങ ജ്യൂസ് എന്ന്. അപ്പോൾ ഇതിന് നമ്മളിവിടെ നാട്ടുമാങ്ങ എന്ന് പറയും. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇതിനെ കറുപ്പും കാര്യങ്ങളൊക്കെ ഡോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ മാങ്ങയും ഇതേപോലെ തോല് അടുക്കം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ മാങ്ങ എല്ലാവർക്കും അറിയാമല്ലോ, ചെറിയത് പുളിപ്പുണ്ട്, ചെറിയ പുളിപ്പും നല്ല മധുരമായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾ പുളിപ്പിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയെന്നേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം നല്ല പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ മാങ്ങ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, പുളി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ പാലൊന്നും ചേർക്കുന്നില്ല, തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. തണുത്ത വെള്ളം കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം രീതിയിൽ അടിച്ചെടുക്കാം. ഇവിടെ തൊലിയോടെ കൂടെ തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റി ആയ ഒരു ജ്യൂസ് തന്നെയാണത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുക ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. കൂടാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അതിൽ ഓൾ വേണം ഇനാബിൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.